സോ ഇന്ന് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ എന്താന്നുള്ളതും ജസ്റ്റ് ഫയൽസും നോക്കാം. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് ഈസ് ആക്ച്വലി വി ക്യാൻ ഗ്രൂപ്പ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. ഇപ്പൊ അറേയുടെ കോൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചായിരുന്നെങ്കിൽ അറേ മീൻസ് സിമിലർ ഡേറ്റ ടൈപ്പ് എലമെന്റ്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ഇൻ കൺസിക്യൂട്ടീവ് ലൊക്കേഷൻസ്. അതായിരുന്നു അറേ. ഓക്കെ, ഒരേപോലെ ഇപ്പൊ ഇൻഡിജർ അറേ, ഫ്ലോട്ട് അറേ, അതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അറേയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് നോക്കിയായിരുന്നു. പിന്നെ ഒരു പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ട് ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നോക്കട്ടെ, സ്ട്രിങ് പറഞ്ഞില്ലല്ലേ? നിങ്ങളുടെ കയ്യിൽ ആ സിലബസ് ഉണ്ടോ? യൂണിറ്റ് 7 കഴിഞ്ഞിട്ടുള്ള സിലബസ് ആരുടെയും കയ്യിലുണ്ടോ? എന്റെ ഇത് ലോഡ് ആകുന്നില്ല. ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ ചാറ്റിൽ ഒന്ന് ഇടാവോ? സിലബസ് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? CA2. ഇത് നോക്കാം. സ്ട്രിങ്സ് കൂടെ നോക്കാം. സ്ട്രിങ്സ് നോക്കാനുണ്ട്. നോക്കാം. ഓക്കെ, ശരി. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അപ്പോ അതായത് അറേയുടെ കേസിൽ എന്ത് ചെയ്തെന്ന് വെച്ചാല് മൾട്ടിപ്പിൾ സെയിം ഡേറ്റ ടൈപ്സ് ഗ്രൂപ്പ് ചെയ്ത് കൺസിക്യൂട്ടീവ് ആയ ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കുന്നതായിരുന്നു അറേ. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഫോം ഫില്ല് 10 സ്റ്റുഡൻസ് ഉണ്ട്, ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അപ്പൊ ആ ഫോമിനകത്ത് റോൾ നമ്പർ ഉണ്ടാകാം, നെയിം ഉണ്ടാകാം, അഡ്രസ് ഉണ്ടാകാം, ഫോൺ നമ്പർ ഉണ്ടാകാം. ഓക്കെ, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. അപ്പൊ ശരിക്കും റോൾ നമ്പർ നമുക്ക് എന്താകാം? ഇൻഡിജർ ആകും. ഏജ് എന്താണ്? ഇൻഡിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആകാം. ഏജ് 5.5 ഇയേഴ്സ്, 51.5 ഇയേഴ്സ്, അങ്ങനെ നമുക്കൊരു ഏജ് ഉണ്ടാവും. പിന്നെ അത് ഫ്ലോട്ടിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഡേറ്റ ടൈപ്പ്. പിന്നെ ഉള്ളത് നെയിം എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആണ്. അത് ക്യാരക്ടർ അറേ ആയിട്ടാണ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പിന്നെ അഡ്രസ് ആണെങ്കിൽ സ്ട്രിങ് ആണ്. ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ ഇൻഡിജർ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ഫോം ആണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് പല ഡേറ്റ ടൈപ്സ് അടങ്ങിയിരിക്കുന്നു, പല ഡേറ്റ അടങ്ങിയിരിക്കുന്നു. അപ്പൊ പല ഡേറ്റനെ ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു ടെംപ്ലേറ്റിനാണ് ശരിക്കും സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് ഓർ heterogeneous data can be grouped together in a particular structure. ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്ട്രക്ചറിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഇവിടെ ഒരു പേര് കൊടുക്കും, സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. ആദ്യത്തെ മെമ്പർ ഇൻഡ് റോൾ നമ്പർ ആകാം, രണ്ടാമത്തെ മെമ്പർ ക്യാർ നെയിം ആകാം, ക്യാരക്ടർ അറേ, മൂന്നാമത്തെ മെമ്പർ ഇൻഡ് ഏജ് ആകാം,
നാലാമത്തെ മെമ്പർ ഇതേപോലെ ക്യാർ അഡ്രസ് ആകാം, ഇന്റെ ഫോൺ നമ്പർ ആകാം, ഇങ്ങനെ. ഇതിനാണ് അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ കളക്ട് ചെയ്ത് കൂട്ടമായിട്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റുഡന്റ് ഫില്ല് ചെയ്യുവാണ്. ഈ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ ആയി, സ്റ്റുഡന്റ് 1ന്റെ ഡേറ്റ ആയി. അപ്പൊ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ വേരിയബിളിനെ ഞാൻ ഇവിടെ ഇതുണ്ട്, ഇതാണ് സ്ട്രക്ചറിന്റെ സിന്റാക്സ്. ഓപ്പൺ കേളി ബ്രേസ്, ക്ലോസ് കേളി ബ്രേസ്, സെമികോളൻ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ഇവിടെ നമ്മളൊരു വേരിയബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഇത്രയും പേർക്കുള്ള സ്ഥലം അവിടെ അലോക്കേറ്റ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി സ്ട്രക്ട് സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എന്നാണ് എന്റെ സ്ട്രക്ചറിന്റെ പേര്. ഓക്കെ, ഇങ്ങനെയാ തുടങ്ങുന്നത്. ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെ ഇന്റെ റോൾ നമ്പർ. ഓക്കെ, ദെൻ ക്യാർ എന്താണ് നെയിം. ഓക്കെ, ഇനി വരുന്നത് ഞാൻ എഴുതുവാണ് ഇന്റ് ഏജ്. കണ്ടോ? അപ്പം ഇതിനകത്ത് ഇപ്പൊ എത്ര ഡേറ്റ ടൈപ്പ് ആയി? ഇന്റിജർ ഉണ്ട്, ക്യാരക്ടർ അറേ ഉണ്ട്, ഇന്റിജർ ഉണ്ട്. വേണേ നമുക്ക് ഫ്ലോട്ട് ഏജ് എന്ന് വേണേ കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്റ്റുഡന്റിന് മാർക്ക് കൂടി ഇട്ടു, ഫ്ലോട്ട് മാർക്ക്. കണ്ടോ? അപ്പൊ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിനെ ടാഗ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഏത് പേരില്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന പേരില്. ഓക്കെ, സെമികോളൻ. ഇതാണ് സ്ട്രക്ചറിന്റെ സിന്റാക്സ്. അപ്പൊ നമുക്ക് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ഈ സെമികോളന് മുന്നേ ഞാൻ എന്ത് എഴുതി കൊടുക്കാം? സ്ട്രക്ട് സ്റ്റുഡന്റിനെ കഴിഞ്ഞ് ഇവിടെ ഞാൻ എന്ത് കൊടുക്കാം? S1 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ S1 എന്ന് എഴുതി കൊടുത്തു, അല്ലെ? S1 എന്ന് എഴുതി കൊടുത്തു. S1ന് റോൾ നമ്പർ ഉണ്ട്, S1ന് നെയിം ഉണ്ട്, S1ന് ഏജ് ഉണ്ട്, S1ന് മാർക്ക് ഉണ്ട്. ഇതേപോലെ ഞാൻ എഴുതി കൊടുത്തു. S2 എന്ന് എഴുതി കൊടുത്തു, സെമികോളൻ. സ്റ്റുഡന്റ് 2ന് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, മാർക്ക് ഉണ്ട്. അപ്പൊ സ്റ്റുഡന്റ് 1 ഇത്രയും ഡേറ്റ ഷെയർ ചെയ്യുന്നു, സ്റ്റുഡന്റ് 2 ഇത്രയും ഡേറ്റ ഷെയർ ചെയ്യുന്നു. അപ്പൊ സ്റ്റുഡന്റ് 1നെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ആകുന്നത്. വെൻ യു ക്രിയേറ്റ് ദ വേരിയബിൾ S1, a memory is getting allocated. How much memory allocated? നോക്കാം. ഇന്റിജറിന് എത്ര വേണം? 2 ബൈറ്റ് വേണം. പ്ലസ് ക്യാരക്ടർ അറേ ആണല്ലോ, 10 ക്യാരക്ടേഴ്സ് വെക്കാം. ക്യാരക്ടറിന് എത്ര ബൈറ്റ് വേണം? 1 ബൈറ്റ് വേണം. അപ്പൊ 10 ബൈറ്റ്സ് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഏജിന് എത്ര ബൈറ്റ് വേണം? 2 ബൈറ്റ്, കാര്യം ഇന്റിജർ ആണ്. ഫ്ലോട്ട് മാർക്ക്, അപ്പൊ എന്ത് വന്നു? 4. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓക്കെ, ഇത് കണ്ടോ? അതായത് ഇതിനകത്ത് എനിക്ക് എത്ര മെമ്മറി അലോക്കേറ്റ് ആവും എന്ന് ചോദിച്ചാൽ ഇത്രയും 2 + 10 + 2 + 4, അതായത് എത്രയായി? 12, 14, 18, 18 ബൈറ്റ്സ് എനിക്ക് എന്ത് ചെയ്യാം? എന്തായി? സേവ് ആയി. ഓക്കെ,
അപ്പം ഈ സ്ട്രക്ചർ മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ S1 ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്. S1 ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പറിനെ റീഡ് ചെയ്യുക, S1 ഡോട്ട് നെയിം എന്ന് കൊടുക്കുക, S1 ഡോട്ട് ഏജ്, S1 ഡോട്ട് മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റുഡന്റ് ടാഗ് നെയിമിൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ മെമ്പേഴ്സിനെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യൂണിയൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന് പകരം എന്ത് പേര് യൂണിയനെ വരത്തുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം സെയിം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അലോക്കേറ്റ് ആകുന്നത് 18 ബൈറ്റ് ആയിരിക്കത്തില്ല. ഏറ്റവും കൂടുതൽ സൈസ് ഏത് ഡേറ്റ ടൈപ്പിനാണ് വേണ്ടുന്നത്? ഇവിടെ നോക്കുമ്പോൾ 10 ബൈറ്റ്സ് അല്ലേ ഇവിടെ വേണ്ടുന്നത്. അതായിരിക്കും ഇവിടെ അലോക്കേറ്റ് ആകുന്നത്. 10 അലോക്കേറ്റ് ആകും. സോ ദാറ്റ് അറ്റ് എ ടൈം ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് അറ്റ് എ ടൈം ഒരു വേരിയബിളിനെ ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ റോൾ നമ്പർ എടുത്തു. റോൾ നമ്പർ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് എത്ര റോൾ നമ്പർ എടുത്തു. ഇപ്പൊ 10ന് എത്ര ബാക്കി ഇനി ഉള്ളത്? 8 ബൈറ്റ്സാ ബാക്കിയുള്ളത്. മനസ്സിലായോ? അപ്പൊ അതിൽ കൂടുതൽ വരുന്ന ഒരു ഒരു ക്യാരക്ടർ കൂടി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ക്യാരക്ടർ അറേയും കൂടെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ യൂണിയന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ് എ ടൈം, ഇപ്പൊ ഇവിടെ ക്യാരക്ടർ അറേ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയായിരുന്നെങ്കിലോ ഫ്ലോട്ട് മാർക്ക്, ഞാൻ ഇവിടെ 4 ബൈറ്റ് ആയിരിക്കും എനിക്ക് അലോക്കേറ്റ് ആവുന്നത്. അതായത് ഫ്ലോട്ടിനാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഒരു ഇൻഡിജർ റോൾ നമ്പറിനെ ഞാൻ ആക്സസ് ചെയ്യുമ്പോൾ 2 ബൈറ്റ് എടുത്തു, പിന്നെ 2 ബൈറ്റേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ പറയുന്നത്, ഇത് മൊത്തത്തിനെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എല്ലാ വേരിയബിളിനെയും കൂടെ ഒരുമിച്ച് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് യൂണിയന്റെ പ്രത്യേകത. ഓക്കെ, സോ സി ഡിഫറൻഷിയേറ്റ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ യൂഷ്വലി ചോദിക്കാം. സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ, യൂണിയൻ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ യൂണിയൻ. ഓക്കെ, so when a variable is associated with a structure, അതായത് when I create a structure variable S1, the compiler allocates memory for each member. അതിനകത്ത് നെയിം ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഇങ്ങനെയുള്ളതിനെല്ലാം എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ സൈസ് ഓഫ് ദ സ്ട്രക്ചർ എന്ന് പറയുന്നത് സം ഓഫ് ദ സൈസ് ഓഫ് ഓൾ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. പക്ഷെ യൂണിയന്റെ കേസിൽ അങ്ങനെയല്ല. ദ കമ്പൈലർ അലോക്കേറ്റ് മെമ്മറി ബൈ കൺസിഡറിങ് ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് മെമ്മറി. ഏറ്റവും ലാർജസ്റ്റ് മെമ്മറി ഇട്ടുള്ളതായിരിക്കും എടുക്കുന്നത്. സോ ദ സൈസ് ഓഫ് ദ യൂണിയൻ എപ്പോഴും എന്തായിരിക്കും? ലാർജസ്റ്റ് മെമ്പറിന്റെ സൈസ് ആയിരിക്കും. ഓക്കെ, ഈച്ച് മെമ്പർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് അസൈൻഡ് യൂണിക് സ്റ്റോറേജ് ഏരിയ ഓഫ് ലൊക്കേഷൻ. ഓരോ മെമ്പേഴ്സിനും ഓരോ യൂണിക് ഏരിയ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ ആണെങ്കിൽ. പക്ഷേ യൂണിയൻ ആണെങ്കിൽ മെമ്മറി അലോക്കേറ്റഡ് എന്താ ചെയ്യുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി altering the value of a member will not affect all the other members of the structure. ഒരു മെമ്പറിനെ മാറ്റി കഴിഞ്ഞാൽ അത് അതർ മെമ്പേഴ്സിനെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ യൂണിയന്റെ കേസിൽ ഓൾട്ടറിംഗ് ദ വാല്യൂ ഓഫ് എ മെമ്പർ മേ അഫക്ട് അതർ മെമ്പേഴ്സ് ബിക്കോസ് ഓൾ ദ അതർ മെമ്പേഴ്സ് ആർ ഷെയറിംഗ് ദിസ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ അത് മറ്റുള്ളവര്, ഇപ്പൊ ഞാൻ ഒരു ഇത് വാല്യൂ ഇതിന്റെ മാറ്റി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് ഒരു ഇതിന്റെ ഒരു മെമ്പറിന്റെ വാല്യൂ മാറ്റി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതർ മെമ്പേഴ്സ് മെമ്മറി ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്താ, ഇപ്പൊ ഞാൻ ഫ്ലോട്ടിനെ, ഓക്കെ, ബാക്കിയുള്ളവർക്ക് അത് മെമ്മറി ഷെയർ ചെയ്യുന്നത് കൊണ്ട് വാല്യൂ മാറ്റി കൊടുക്കുന്നത് അഫക്ട് ചെയ്യും. ഓക്കെ, ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ബി ആക്സസ് അറ്റ് എനി ടൈം. സ്ട്രക്ചറിനകത്ത് റോൾ നമ്പർ ആക്സസ് ചെയ്യാം, ഏജ് ആക്സസ് ചെയ്യാം, നെയിം ആക്സസ് ചെയ്യാം, നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഹലോ.
ഓക്കെ. അപ്പൊ എനിക്ക് വന്നൊരു കോള് വന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഡിഫറൻസ് പറഞ്ഞോണ്ടിരുന്നത് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഡിഫറൻസ് പഠിച്ചിട്ട് പോകണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. സെവറൽ മെമ്പേഴ്സ് ഓഫ് ദ സ്ട്രക്ചർ ക്യാൻ ഇനിഷ്യലൈസ് അറ്റ് വൺസ്. ഓൺലി ദ ഫസ്റ്റ് മെമ്പർ ഓഫ് എ യൂണിയൻ ക്യാൻ ബി ഇനിഷ്യലൈസ്ഡ്. ഓക്കെ. അപ്പോ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ മെമ്പറിനെ യൂണിയന്റെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്ട്രക്ചറിന്റെ കേസിൽ നമുക്ക് എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, സ്ട്രക്ട് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഡേറ്റ ടൈപ്പ് ഇന്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ അറയാണ്. ഒരു യൂണിയനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, മെയിനിന് മുകളിലാണ് സ്ട്രക്ചറിനെ യൂണിയനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഡിക്ലറേഷൻ സിന്റാക്സ് ഇങ്ങനെ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. സ്ട്രക്ചർ കീവേഡ് ഇവിടെ യൂണിയനിൽ കീവേഡ് യൂസ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. സ്ട്രക്ചർ ടൈപ്പ്, ഈ പേര് സ്ട്രക്ട് എക്സാമ്പിൾ, ദെൻ നമ്മൾ എസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് എന്ത് ചെയ്തു, ഞാൻ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇനിഷ്യലൈസ് ചെയ്തിരിക്കുക 1838 ജീക്സ് ഫോർ ജീക്സ്, കണ്ടോ? അപ്പൊ ഇന്റിജർ മെമ്പറിന് 18 വരും, ഡെസിമൽ വാല്യൂന് 38 വരും, 0.0 എന്ന് എടുക്കും. ദെൻ ജീക്സ് ഫോർ ജീക്സ് എന്ന് എന്നാ നെയിമിലും വരും. ഓക്കെ. യൂണിയന്റെ കേസിലും ഇതേപോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു, ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ വേണം. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്റിജർ, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഡെസിമൽ, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് നെയിം. കണ്ടോ? ഇന്റിജർ, ഡെസിമൽ, നെയിം. ഞാൻ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എന്ത് വരും? എനിക്ക് ഇത് 3 സ്ട്രക്ചർ ഡേറ്റ മൊത്തം പ്രിന്റ് ചെയ്ത് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ. അതേസമയം അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, സൈസ് ഓഫ് സ്ട്രക്ചർ ഞാൻ ഡിസ്പ്ലേ ചെയ്യുവാണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ വെച്ചിട്ട് എസ് വേരിയബിളിന് എത്ര മെമ്മറി അലോക്കേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഔട്ട്പുട്ടില് സൈസ് ഓഫ് സ്ട്രക്ചറിന് 28 ആയിട്ടുണ്ട്, സൈസ് ഓഫ് യൂണിയൻ 20 ആയിട്ടുണ്ട്. കാര്യം എന്നാ നമുക്ക് നോക്കാം. കാര്യം എന്താ, ക്യാരക്ടർ അറേ 20 അല്ലേ. അപ്പൊ 1 ബൈറ്റ് വെച്ചിട്ട് 20, പിന്നെ ഫ്ലോട്ട് ഇവരെടുത്തിരിക്കുന്ന എത്രയാണ്, 4, ഇന്റിജർ ഇവർ 4 എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 28 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ വരുമ്പോ യൂണിയന്റെ കേസിൽ നമുക്ക് നോക്കുമ്പോ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, 20 ആണ് വന്നിരിക്കുന്നത്. യൂണിയന്റെ സൈസ് ഓഫ് യൂണിയൻ വേരിയബിൾ നോക്കുമ്പോൾ 20. കാര്യം ഇവിടെ ലാർജസ്റ്റ് മെമ്മറി അലോക്കേറ്റ് ആകുന്നത് ക്യാരക്ടർ അറേക്കാണ്, അത് 20. ഓക്കെ. അപ്പൊ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സൈസ് ഓഫ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു വേരിയബിൾ എത്ര സൈസ് എടുത്തു എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നമുക്ക് നോക്കാം യൂണിയന്റെ മെമ്പേഴ്സിനെ യു ഡോട്ട് ഇന്റിജർ, യു ഡോട്ട് ഡെസിമൽ, യു ഡോട്ട് നെയിം. എന്താ ഡിസ്പ്ലേ ചെയ്തേ നോക്കിക്കേ. യു ഡോട്ട് ഇന്റിജർ എന്ന് പറയുമ്പോൾ പ്രിന്റ് എഫിനകത്ത് യു ഡോട്ട് ഇന്റിജർ എന്ന് കൊടുത്തപ്പോ 18 വന്നു, പക്ഷെ ബാക്കി രണ്ടും എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരു മെമ്പറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ യൂണിയനിൽ. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ. ഇനി അതേപോലെ സ്ട്രക്ചർ ഡേറ്റ നോക്കിക്കേ, ആക്സസിങ് ഓൾ ദ മെമ്പേഴ്സ്, എല്ലാ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റി, സ്ട്രക്ചർ മെമ്പേഴ്സ്. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഇത്രയും മതി, ഇത്രയും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും സ്ട്രക്ചർ യൂണിയന്, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. ഇനി നോക്കിക്കേ, സ്ട്രക്ചറും പോയിന്ററും എന്താന്നുള്ളതുകൂടെ കാണാം. സ്ട്രക്ചർ ആൻഡ് പോയിന്റർ ഇൻ സി നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇപ്പൊ മനസ്സിലായി സ്ട്രക്ചർ എങ്ങനെയാ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. സ്ട്രക്ചറിനകത്ത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് കൊടുക്കാം. ഇവിടെ ഇപ്പൊ എക്സാമ്പിളിൽ ഒറ്റ വാരിയബിളേ കൊടുത്തിട്ടുള്ളൂ, ഒറ്റ ഡേറ്റ ടൈപ്പേ ഉള്ളൂ. പക്ഷെ നോക്കിക്കേ, സ്ട്രക്ട് പോയിന്റേഴ്സ് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ട്രക്ട് പോയിന്റ് സ്റ്റാർ പി ടി ആർ, നമ്മൾ പറഞ്ഞു ഇന്ത്യ സ്റ്റാർ പി ടി ആർ എന്നാണ് പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ഡേറ്റ ടൈപ്പ് സ്ട്രക്ട് പോയിന്റ് ആണ്. സോ ഒരു സ്ട്രക്ചർ ആണ്, അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഉണ്ടോ അതിന്റെ ഒരു കൂട്ടമാണ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടാഗ് ആണ് സ്ട്രക്ട് പോയിന്റ്. സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു ആംബ്രസെന്റ് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ വേരിയബിളായ എസിന്റെ അഡ്രസ് ആണ് പോയിന്റർ വേരിയബിളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെ ഈ പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂവിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, ഈ ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഓക്കെ. നമുക്ക് കാണാം, കണ്ടോ, ഒരു എക്സാമ്പിൾ കണ്ടോ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ റോൾ നമ്പർ, നെയിം, ബ്രാഞ്ച്, ബാച്ച് ഇതെല്ലാം ഉണ്ട്. ഞാൻ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു S1, സ്ട്രക്ചർ ടൈപ്പ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു.
ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കൂടാതെ അതിനകത്ത് സ്ട്രക്ചർ വേരിയബിളിന്റെ അഡ്രസ് ആയ S1ന്റെ അഡ്രസ് കൂടെ അതിനകത്തോട്ട് കയറ്റി വെച്ചു. S1ന്റെ അഡ്രസ് കയറ്റി വെച്ചു. പോയിന്റർ വേരിയബിൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ സ്റ്റോറിംഗ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അപ്പൊ ഞാൻ അതും കൂടെ വെച്ചു. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാല് S1 ഡോട്ട് റോൾ നമ്പർ 27 കൊടുത്തു. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് എനിക്ക് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇത് സ്ട്രിങ് ആണ്, അത് നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. S1 ഡോട്ട് ബാച്ച് 2019 എന്നും വെച്ചു. ഇനി ഒരു പോയിന്റർ വേരിയബിൾ വെച്ചിട്ട് ഞാൻ ഈ റോൾ നമ്പറിനെ ആക്സസ് ചെയ്യും. പോയിന്റർ വേരിയബിളിൽ എന്തുണ്ട്? S1ന്റെ അഡ്രസ് ഉണ്ട്. സോ യൂസിംഗ് ദ പോയിന്റർ വേരിയബിൾ PTR I am accessing what സ്റ്റുഡന്റ് S1's all the details. അതിന് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? സ്റ്റാർ PTR ഡോട്ട് റോൾ നമ്പർ എന്ന് കൊടുത്താൽ മതിയാകും, ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത്. അല്ലെങ്കിൽ PTR പോയിന്റർ റോൾ നമ്പർ എന്ന് കൊടുത്താലും മതിയാകും. ഓക്കെ, സ്റ്റാർ PTR ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് റോൾ നമ്പർ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിളിനെ പോയിന്റർ വേരിയബിൾ വെച്ച് ആക്സസ് ചെയ്തത്. അപ്പൊ പോയിന്റർ വേരിയബിളിൽ ഡിക്ലെയർ ചെയ്തിട്ട് പോയിന്റർ വേരിയബിളിലേക്ക് സ്ട്രക്ചർ വേരിയബിളിന്റെ അഡ്രസ് എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്തു വെച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ആരോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വാല്യൂവിനെ ഗെറ്റ് ചെയ്തു. അതാണ് സ്ട്രക്ചർ ആൻഡ് പോയിന്റർ. ഓക്കെ, അടുത്ത ജസ്റ്റ് നമുക്ക് ഫയൽസ് എന്താന്ന് നോക്കാം. ഞാൻ അതിന് മുമ്പ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ എന്റെ ചാർജ്. ഓക്കെ, ഓക്കെ, ഫയൽസ് എന്നാന്ന് ചോദിച്ചാ നമുക്ക് ഒരു ഫയല്, അതായത് ഇപ്പൊ ഒരു വേർഡ് ഫയൽ ആണെങ്കിലും എന്തോ ആണെങ്കിലും അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെ ഉള്ള ഒരു ഫയല് ഓപ്പൺ ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്യാനോ അതിനൊക്കെയാണ് ഫയൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിയില് ഫയൽ പോയിന്റർ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഈ ഫയൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇൻഡ്, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഫയലിന് ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതുപോലെ ഫയൽ പോയിന്റർ ആയിട്ടായിരിക്കും വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഫയല്
എന്ന് പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ വേണം ഡിക്ലെയർ ചെയ്യാൻ. ഹാഷ് ഇൻക്ലൂഡ് അതെല്ലാം വേണം. ഓക്കെ. കൂടാതെ ഫയൽ സ്റ്റാർ FPTR എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ FPTR എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഫ് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പേരിൽ ഒരു ഫയൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മോഡ് കൊടുക്കണം. അത് റൈറ്റ് മോഡിൽ കൊടുക്കണം. അപ്പൊ ഫയല് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആകും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം how many modes are file pointer, how to create a file. File എന്തിനാന്ന് വെച്ചാൽ it is actually for storing our work in the computer, in our PC. So we have basic data type file, which is FILE in C language, and a file pointer will be created in different modes. fopen. Okay, fopen has different modes: write mode, append mode, and read mode. Write mode എന്ന് പറഞ്ഞാല് if the file name doesn't exist, it will create a new file with that name. If the file name is already existed, then it will open that file name and we can do the corresponding editings. അതാണ് fopen. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ് മോഡ്, append മോഡ്, റീഡ് മോഡ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫയൽ സ്റ്റാർ FPTR ഈക്വൽ ടു fopen. ഇതാണ് ഒരു ഫയല്. ഓക്കെ. അത് ഏത് മോഡിലാണ് തുറന്നു വെച്ചേക്കുന്നത്? റൈറ്റ് മോഡ്, W കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ ഞാൻ എന്റെ സിസ്റ്റത്തിൽ fopen കൊടുത്തു. ഇവിടെ ഞാൻ ഒരു പേര് കൊടുക്കുക, സാമ്പിൾ ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഇങ്ങനെ കൊടുത്തു, റൺ ചെയ്തു. അത് വർക്ക് ചെയ്യത്തില്ലായിരിക്കും. കാണിക്കാൻ പറ്റുവാണെങ്കിൽ ശരിക്കും ഇങ്ങനെ, അതായത് സി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫയല് ഓൾറെഡി ക്രിയേറ്റ് ആകും. നമ്മുടെ സിസ്റ്റത്തില് മൈ ഫയൽസിൽ പോയി വീഴും. ഓക്കെ. ഇതല്ലാതെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് ചാൻസസ് ഇല്ല.
ഓക്കെ, ഇപ്പൊ ലാബൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ലാബിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഇതാണ്. പിന്നെ ഇനി നമുക്ക് എന്നാ പറഞ്ഞേ, എക്സാമ്പിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പില് ഇങ്ങനെ വരും. ഈ ഒരു ഫയൽ ടെക്സ്റ്റ് ഫയലായിട്ട് ഇത് വരും എന്നാണ് കാഴ്ചപ്പാട്. എന്നാണ് അത് നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നല്ലായിരുന്നു ചെയ്ത് കാണിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇനി നോക്കാം. ക്ലോസ് ചെയ്യാനായിട്ട് വി ഹാവ് ദ ഫംഗ്ഷൻ എഫ് ക്ലോസ്. ഓക്കെ, പിന്നെ നമുക്ക് ഏത് ഡ്രൈവിലാണെന്നുള്ളതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്ത ആ ഡ്രൈവിൽ പോയി ഇത് ഇങ്ങനെ ഒരു ഫയൽ നെയിം ഡോട്ട് ടെക്സ്റ്റ് ക്രിയേറ്റ് ആകും. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ സി ക്രിയേറ്റ് ഫയൽസ്. ഇനി റൈറ്റ് ടു എ ഫയൽ എളുപ്പമായത് നോക്കിയേ. ഫയൽ -fptr ഓൾറെഡി ഫയൽ പോയിന്റർ ഉണ്ട്. ഇതിനെ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓപ്പൺ എ ഫയൽ ഇൻ റൈറ്റിംഗ് മോഡ്. ഒന്നുകിൽ അങ്ങനെ ഒരു ഫയൽ ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചു. അടുത്ത നോക്കിക്കേ, എഫ് പ്രിന്റ് എഫ് എന്താണെന്ന് ശ്രദ്ധിച്ചോ. എഫ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എ ഫയൽ ഫംഗ്ഷൻ. അതായത് ഈ FPTR-നകത്ത് FPTR-ലേക്ക് ഫയൽ FPTR എന്ന് പറയുന്നത് ഫയൽ നെയിമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഫയലിലേക്ക് സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ അത് പ്രിന്റ് ചെയ്ത് ആ ഫയൽ വരും. നമുക്ക് ആ ഫയൽ കണ്ടോ, സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് എന്ത് എഫ് പ്രിന്റ് എഫ് എന്താണ് ഫംഗ്ഷൻ, ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എഫ് പ്രിന്റ് എഫ്, എഫ് സ്കാൻ എഫ്. അപ്പൊ ഫയലിനകത്തോട്ട് ഫയലിലേക്ക് ഒരു സംഭവം നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് മോഡിൽ ഫയലിനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എഫ് പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫയൽ പോയിന്റർ കോമ എന്ത് ടെക്സ്റ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് അതിങ്ങനെ വരും. ഓക്കെ, കണ്ടോ, എഫ് പ്രിന്റ് എഫ് FPTR ഫോം കോമ ഹലോ വേൾഡ് വന്നു. കണ്ടോ, എഫ് പ്രിന്റ് എഫ് എന്താന്ന് ഓർക്കുക, റൈറ്റ് ടു എ ഫയൽ. അടുത്ത നമുക്ക് ഫയലിലേക്ക് റീഡ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, അതിന് ഏത് മോഡിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, ഫയൽ പോയിന്റർ വേണം, എഫ് ഓപ്പൺ
ഫയൽ നെയിം ഡോട്ട് ടി എക്സ് ടി കോമ ആർ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ദ ഫയൽ ഇൻ ദ റീഡ് മോഡ്, ദെൻ സ്റ്റോർ ദ കണ്ടന്റ് ഓഫ് ദ ഫയൽ. എന്നിട്ട് അതിനകത്തെ ഫയല് എന്ത് ചെയ്തു? ഒരു ക്യാരക്ടർ അറയിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് കണ്ടോ എഫ് ഗെറ്റസും പുട്ടസും. ഗെറ്റസ് എന്ന് പറഞ്ഞാൽ റീഡ് എനി സ്ട്രിങ്, പുട്ടസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ദാറ്റ് സ്ട്രിങ്. ഓക്കെ, അപ്പൊ എഫ് ഗെറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയലിലേക്ക്, ഇതിപ്പോ റീഡ് മോഡിലല്ലേ, ഫയലിൽ നിന്നും എന്താണ്, ഒരു ഫയലിൽ നിന്നും കണ്ടന്റ് റീഡ് ചെയ്ത് മൈ സ്ട്രിങ് എന്ന് പറയുന്ന അറയിലേക്ക് ഞാൻ എന്ത് ചെയ്യുവാണ്? കോപ്പി ചെയ്ത് വെക്കുവാണ്. എഫ് ഗെറ്റസ്. ഓക്കെ, മൈ സ്ട്രിങ് കോമ 100 കോമ str. അപ്പൊ 100 എന്ന് പറയുന്ന അറേ സൈസ് ആണ് കേട്ടോ. അറേ നെയിം കോമ അറേ സൈസ് കോമ നിങ്ങളുടെ പോയിന്റർ. ഓക്കെ, എന്നിട്ട് ആ മൈ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നതാണ് %s. %s ആണ് സ്ട്രിങ് ക്യാരക്ടർ അറേ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫോർമാറ്റ് സ്പെസിഫയർ %s ആണ്. ഓക്കെ, ഇപ്പൊ കണ്ടോ ഹലോ വേൾഡ് എന്ന് വന്നു. അത് ജസ്റ്റ് ഫയല് പഠിക്കുന്ന സംഭവമാണ്. ഞാൻ ഇവിടെ char s(10). ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ റീഡ് ചെയ്യുക. എന്റെ ഒരു മെസ്സേജ് കൂടെ കൊടുക്കുക. പ്രിന്റ് enter the string. scanf ഏത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ് ഇതിനുള്ളത്? ക്യാരക്ടർ അറേക്ക് അല്ലെ സ്ട്രിങ്ങിന് ഏത് ഫോർമാറ്റ് സ്പെസിഫയർ ഉള്ളത്? %s. ഓക്കെ, കോമ ആംപർസെന്റ് വേണ്ട, സ്ട്രിങ് ആയതുകൊണ്ട് ബാക്കി എല്ലാത്തിനും വേണം. അതുപോലെ പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് %s കോമ എൻ്റർ ദ സ്ട്രിങ്. ഒരു പേര് ജസ്റ്റ് ഗുഡ് മോർണിംഗ് എന്തെങ്കിലും കൊടുക്കുക. ഗുഡ് മോർണിംഗ്. കണ്ടോ, അത് ഗെറ്റ് ചെയ്തു ഡിസ്പ്ലേ. ഇതാണ് സ്ട്രിങ് ഡിക്ലറേഷൻ, സ്ട്രിങ് ഇൻപുട്ട് അല്ലെങ്കിൽ സ്ട്രിങ് ഔട്ട്പുട്ട്. ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാന്നറിയാമോ? ഗെറ്റസ് എന്ന് കൊടുത്താലും മതി. അപ്പൊ അതിന്റെ സിന്റാക്സ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗെറ്റസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നു. എളുപ്പം എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. പുട്ടസ് എങ്ങനെയാണ്? അപ്പൊ രണ്ടും ഒരുപോലെ എന്താ വർക്ക് ചെയ്യാൻ? ഞാൻ ആദ്യം എഴുതിയത് കറക്റ്റ് ആണല്ലോ. ഗെറ്റസ് യെസ്. എന്താണ് ഇവിടെ വർക്ക് ചെയ്യാത്ത? ഇവിടെ എന്തെങ്കിലും ഹെഡർ ഫയൽ വേണോ? വേണം. string.h
ഓ, ഇവിടെ വന്നോ? എൻ്റെ സ്ട്രിങ് വന്നോ? വന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വാണിംഗ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. സ്ട്രിങ് റീഡ് ചെയ്യാനായിട്ട് ഗെറ്റേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പുട്ടേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇത് സ്ട്രിങ്ങിന്റെ വേരിയബിൾ ആണ്, ക്യാരക്ടർ അറേ വേരിയബിൾ ആണ്. ഓക്കെ, വർക്ക് ചെയ്യും. എയ്തർ യു ക്യാൻ യൂസ് ദിസ് ഓർ ദിസ്. ഓക്കെ. എസ്കേറ്റേഴ്സ് വേറെയാണ്. ഫയലിന്റെ കേസിലാണ് എസ്കേറ്റേഴ്സ്. ഓക്കെ, ഫയലാണ് നമ്മൾ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത്. ഫയലിനകത്ത് fgetters എന്തിനാന്ന് ചോദിച്ചാൽ read the content from the file, that is from the file pointer fptr, and store it inside my string, that is a character array. അപ്പൊ fgetters, അപ്പൊ ഞാൻ ഫയൽ പോയിന്റർ ചെയ്യുന്ന സാധനം എടുത്ത് my സ്ട്രിങ്ങിലേക്ക് കൊണ്ടുവച്ചു, അതങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ടു റീഡ് എവറി ലൈൻ. ഓക്കെ. അതൊന്നും വേണ്ട. ഓക്കെ, ഇത് കണ്ടോ? ഓപ്പൺ എ ഫയൽ ഇൻ റീഡ് മോഡ്. ഫയൽ നെയിം ആണ് ഈ സാധനം. ഓക്കെ, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചു. അന്നേരം ഇത് കിട്ടുന്നത് നള്ളാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് എന്ത് ചെയ്യാം? FPTR നള്ളാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് അങ്ങനെ ഒരു ഫയൽ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എറർ കാണിച്ചിരിക്കുന്നത്. ഫയൽ ഉണ്ടോ ഇല്ലയോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫയൽ പോയിന്റർ വെച്ചിട്ട് ഫയൽ പോയിന്ററിലുള്ള സാധനം മൈ സ്ട്രിങ്ങിലോട്ട് ഗെറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അതങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 3 മോഡ്. അതൊക്കെയാണ് റൈറ്റ് മോഡ്, റീഡ് മോഡ്, അപ്പൻഡ് മോഡ്, അപ്പൻഡ് മോഡ്. പിന്നെ റൈറ്റ് പ്ലസ് ഉണ്ട്, റീഡ് പ്ലസ് ഉണ്ട്, അപ്പൻഡ് പ്ലസ് ഉണ്ട്. അതായത് റീഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. W പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. അപ്പൻഡ് പ്ലസ് ഉണ്ട്. A പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A പ്ലസ് ഞാൻ 3 തന്നെ പറഞ്ഞിട്ടുള്ളൂ. A പ്ലസ് അതെല്ലാം ഉണ്ട്. അത് A or A plus, W or W plus. ഓരോന്നും എന്താണെന്നുള്ളത് പറയും. ഇപ്പൊ AR പ്ലസ് പറഞ്ഞാല് എന്നാന്ന് ചോദിച്ചാല് searches it is open, f open, loads it and sets up a pointer that points to the first character in it, returns null. W plus എന്താണ്? അതെ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. R plus പറഞ്ഞാൽ ഓപ്പൺസ് ചെയ്ത് എഴുതിയാൽ മതി. ഓപ്പൺസ് എ ഫയൽ ഇൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് മോഡ്. A plus means opens a file in both read and write mode. W plus ആണല്ലോ opens a file in both read and write mode. R എന്ന് പറഞ്ഞാൽ opens a file in read mode. W എന്ന് പറഞ്ഞാൽ opens or creates a file. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഫയൽ, അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. A opens a file in append mode. ഓക്കെ, ഇത് പഠിച്ചോണം. ഓക്കെ, അപ്പൊ സ്ട്രിങ്ങിന്റെ കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. അപ്പൊ സ്ട്രിങ് നമുക്ക് ക്യാരക്ടർ അറിയാണ്. എൻ്റർ ദ സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്യും. സ്കാനഫ് വെച്ചോ ഗെറ്റേഴ്സ് വെച്ചോ റീഡ് ചെയ്യും. പുട്ടേഴ്സ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇനി ഇപ്പൊ ഇത് തൽക്കാലം ഞാൻ കളി ചെയ്യുന്നത് വാർണിങ്സ് ഉള്ളതുകൊണ്ട് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ. എനിക്ക് ഇത് രണ്ടും മതി. സ്ട്രിങ് റീഡ് ചെയ്തു. ഇനി ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് അറിയാൻ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദെയർ ഇൻ എ പർട്ടിക്കുലർ
സ്ട്രിങ്. ഇപ്പൊ ഗുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഉണ്ട്? GOOD 4 ക്യാരക്ടർ ഉണ്ട്. അതാണ് ലെങ്ത് ഓഫ് ഗുഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ഇവിടെ ലെങ്ത്തിന് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഒരെണ്ണമാണ് strlen. അത് നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. കൗണ്ട് ഈസ് ഇക്വൽ ഇൻഡ് കൗണ്ട് ഈസ് ഇക്വൽ ടു strlen ഓഫ് എന്തായിരുന്നു? എസ് ഞാൻ എന്താണോ റീഡ് ചെയ്യുന്നത് അതിന്റെ ലെങ്ത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, എന്റർ ദ സ്ട്രിങ് ഗുഡ് മോർണിംഗ് ഇൻക്ലൂഡിംഗ് സ്പേസ്. ഓ, എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ 10 ഒന്ന് രണ്ട് മൂന്ന് അതെടുക്കാൻ. ഇത് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൗണ്ട് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. എന്നാലേ കൗണ്ട് അറിയത്തുള്ളൂ. പ്രിന്റ് പെർസെൻറ്റേജ് ഡി കൗണ്ട്. കൗണ്ടിൽ എന്ത് വരും? 4. എന്താ കൗണ്ടിൽ 4 വരാൻ കാര്യം? സ്പേസ് എടുത്തില്ലേ? സ്പേസ് എടുത്തില്ല, അതുകൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് മൊത്തത്തിൽ ഇവിടെ വരും. പക്ഷെ സ്പേസ് എടുക്കണമെന്നാണ്. എന്താണ് സ്പേസ് എടുക്കാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ വരേണ്ടുന്നതാണ്. സ്പേസ് കൂടെ കൂട്ടി 12 വരണം. അതിന് ഇത് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നോണ്ടാണോ? അറേ സൈസ് സ്പേസ് അവരവിടെ എടുക്കുന്നില്ല. ഓക്കെ, സോ strlen നമുക്ക് എന്താ? ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദെയർ ഇൻ ദ സ്ട്രിങ്? അതാണ് strlen. ഓക്കെ, ഇതേപോലെ നമുക്ക്, അതായത് വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് strlen ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ പർട്ടിക്കുലർ സ്ട്രിങ്. ഇതേപോലെ നമുക്ക് വേറൊരു സാധനമുണ്ട്. ഇപ്പൊ സ്ട്രിങ്ങിനെ ഇങ്ങനെയല്ലേ ഡിക്ലെയർ ചെയ്യും. ഞാൻ ഒരെണ്ണം കൂടെ ഡിസ്പ്ലേ എഴുതുവാണ്. S1. ഓക്കെ, 20 കൊടുത്തു. ഞാൻ റീഡ് ചെയ്തു. രണ്ടാമത്തതും റീഡ് ചെയ്യുവാണേ. ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പറ്റുമായിരിക്കും. S1 രണ്ട് സ്ട്രിങ് റീഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്നാ നോക്കിക്കോണം. ഞാൻ കോപ്പി ചെയ്യുവാണ് strcpy ഓഫ് എന്റെ, അതായത് ഞാൻ പോട്ടെ. അതായത് ഇത് റീഡ് ചെയ്യുന്നില്ല, കോപ്പി ഒരിടത്തു നിന്ന്. അപ്പൊ ഇത് റീഡ് ചെയ്യണം, S1 റീഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ strcpy ഓഫ് എന്താണ്, ഞാൻ എസ്സിൽ എന്തുണ്ടോ അത് S1ലേക്ക് കോപ്പി ചെയ്യുക. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. strcpy ഓഫ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് എസ് S1. Enter the string. ഓക്കെ, ഞാൻ ഇവിടോട്ട് എഴുതുവാണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സംഭവിച്ചു.
ഓക്കെ ശരി, അവിടെ സ്പേസ് ഇട്ടാ. അതായത് ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്തു ഗുഡ്. അത് എങ്ങോട്ടാ പോയത്? അത് പോയത് എസ്സിലാണ്. എസ് ആ റീഡ് ചെയ്തത്. ഗുഡ് എന്ന് പറഞ്ഞ എസ്സിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ എസ്സിൽ ഇരുന്ന സാധനം ഞാൻ S1ലേക്ക് കോപ്പി ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഫംഗ്ഷൻ ആണ് str cpy. S1, S എന്ന് പറഞ്ഞാൽ എസ്സിൽ ഇരിക്കുന്ന സാധനം S1ലേക്ക് കോപ്പി ചെയ്തു. S1 അല്ലേ പ്രിന്റ് ചെയ്തേ, അപ്പൊ ഗുഡ് വന്നല്ലോ. ഓക്കെ, ഇതാണ് strcpy. ഇനി strcpy സെറ്റ്. ഇനി വേറൊരു സാധനമുണ്ട് strcat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1, S എന്ന് പറഞ്ഞാൽ ഞാൻ S1 ഒരു സാധനം കൊടുക്കും, S1ന് ഒരു സംഭവം കൂടെ കൊടുക്കും. അത് രണ്ടും കൂടെ അതിനകത്തോട്ട് കൺകാറ്റിനേറ്റ് വരും. ഞാൻ മോൺ എന്ന് കൊടുത്തു, ഗുഡ് മോൺ. strcat എന്ന് പറഞ്ഞാൽ S1നകത്ത് എന്തുണ്ട്? മോൺ ഇരിപ്പുണ്ട്. എസ്സിൽ എന്തിരിപ്പുണ്ട്? ഗുഡ് ഇരിപ്പുണ്ട്. ഇനി ഞാൻ S1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് ചോദിച്ചാൽ S1ന്റെ വാലറ്റത്ത് എസിന്റെ കണ്ടന്റ് അപ്പൻഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ മോൺ ഗുഡ് എന്ന് അവിടെ വരുന്നത് തിരിച്ചാ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഗുഡ് എന്ന് ഞാൻ എന്ത് ചെയ്തു? എസ്സിന് കൊടുത്തു. ഓ, ഗുഡ് എന്ന് വന്നു. ഓക്കെ, അതായത് ഇവിടെ എന്തു കൊടുത്തേക്കുന്നത്? S1 ഇത് എടുത്തില്ലല്ലോ. അതിനാന്ന് വെച്ചാൽ കോപ്പി ഫംഗ്ഷനും വർക്കായി, അതുകൊണ്ടാണ്. കണ്ടോ, മോൺ ഗുഡ് എന്ന് ഔട്ട്പുട്ട് കിട്ടി. കാര്യം മുമ്പേ കോപ്പി ചെയ്തുകൊണ്ടാണ് ഗുഡ് എന്ന് വന്നത്. ഇവിടെ നമ്മള് S1ൽ എന്തിരിപ്പുണ്ട്? മോൺ ഉണ്ട്. എസ്സിൽ ഞാൻ ഗുഡ് റീഡ് ചെയ്യും. S1, S എന്ന് എഴുതി കഴിഞ്ഞാൽ മോണിന്റെ വാലറ്റത്തേക്ക് ഗുഡ് വരും. ഓക്കെ, ഇതാണ് സ്ട്രിങ് കൺകാറ്റിനേഷൻ, അപ്പൻഡിങ് വൺ സ്ട്രിങ് വിത്ത് അനദർ. strcat, strcpy, strlen. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, str കമ്പാരിസൺ. രണ്ട് സ്ട്രിങ് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ? strcmp നോക്കും. S1, S ഇങ്ങനെ കൊടുത്തു. ഞാനിപ്പോ പറയാണ്, ഞാനിപ്പോ ഇവിടെ കൊടുക്കുവാണ് ഇന്റ് ഈക്വൽ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി. ഇന്റ് ചെക്ക് ഈസ് ഈക്വൽ ടു strcmp S1, S എന്ന് കൊടുത്തു. അപ്പൊ ഈ S1നും എസ്സിനും ഞാൻ കൊടുക്കുന്ന, ഞാൻ ഈ റീഡ് ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ തന്നെ കൊടുക്കുക. ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? മോൺ തന്നെ കൊടുത്തു. ഓക്കെ, അപ്പൊ എസ്സിനും S1നും എന്താണ് ഒരേപോലെ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ചെക്കിന്റെ അവിടെ 0 വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ് ഇഫ്, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇഫ് ചെക്ക് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? പ്രിന്റ് ഓഫ് ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കുമ്പോ ഈക്വലാ. ഓക്കെ, മോൺ ഇപ്പുറത്ത് ഇത് പ്രിന്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അത് വന്നു. ഈക്വലാ. കാര്യം എന്നാ? രണ്ട് സ്ട്രിങ്ങിലും ഒരേ വാല്യൂസാ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? മോർണിംഗ് കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒന്നും വന്നിട്ടില്ല, കാര്യം ഞാൻ വേറെ കണ്ടീഷൻ എന്ത് കൊടുത്തില്ല. ഓക്കെ, എൽസ് ഞാൻ പകരം അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെക്കിന്റെ വാല്യൂ എത്രയാണെന്നൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, പ്രിന്റ് %d, ചെക്ക്. പ്രിന്റ് എന്ത് കിട്ടി? മൈനസ് വാല്യൂ കിട്ടി. അതെന്തുകൊണ്ടാ മൈനസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മോർണിംഗും മോണും നോക്കുമ്പോ ആൽഫബറ്റിക്കലി ഏതാ താഴെ വരാൻ പാടുള്ളൂ? മോൺ മോളി വരണം, മോർണിംഗ് താഴെ വരണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ വേറൊരു പേര് കൊടുക്കാന്ന് വെച്ചോ, ഏബൽ എന്ന് കൊടുത്തു, കൊടുത്തു, ഇതും കൊടുത്തു. രണ്ടും ഈക്വൽ ആണോന്നാ നോക്കുന്നത്. ഉത്തരം എന്ത് കിട്ടി? 4 ആ കിട്ടിയത്. കാര്യം എന്നാ? പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഓർഡറിലായിരിക്കുന്നത്. കമ്പയർ ചെയ്തപ്പോ S1, S എന്നല്ലേ കൊടുത്തേക്കുന്നത്.
S1, S. ഓക്കെ, പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ ഓക്കെ ആയിട്ടായിരിക്കുന്നത്. നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ നോക്കിക്ക്, ഈ ഇവിടെ എ, നിങ്ങൾക്ക് എന്ത് കിട്ടും? -4 കിട്ടി. അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. strcmp ഫോർ സ്ട്രിംഗ് കമ്പാരിസൺ. strcmp A1, A2 എന്ന് പറഞ്ഞാൽ A1 is compared with A2 and it will return a 0 value if both the string variable contain same values. If it is different values, then it will give negative or positive values according to which one comes first, according to the alphabetical order. Okay. പിന്നെ ഉള്ളത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് strcmp, strcat, strlen, strlen ലെങ്ത്, strcat, strcmp, പിന്നെ എന്താ പറയുക strcpy, string copy. All these functions will be identified only we have a preprocessor directive string.h. string.h കൊണ്ടുവന്നെങ്കിൽ strcpyയും ഇതും ഒക്കെ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. അതിന്റെ കുറച്ച് പ്രോഗ്രാംസ് ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ നോക്കുക. ഓക്കെ.